മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ, അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, അങ്ങനെ ആരോരുമില്ലാതായി ഒരു രാത്രി കൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ഇനി എങ്ങനെ മുൻപോട്ട് ജീവിതം നയിക്കും എന്ന് ചിന്തിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നവരാണ് ഏറെയും. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നാടിനെ പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ച് ഇറങ്ങേണ്ടതുണ്ട്. എല്ലാ തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ നാടിനൊപ്പമാണ്. എങ്കിലും ഒരായുസ്സിലെ മുഴുവനും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനോടകം സഹായഹസ്തങ്ങളുമായി എല്ലാ മേഖലയിൽ നിന്നും സുമനസ്സുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, പ്രമുഖ വ്യവസായി രവിപിള്ള, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ, ഇവരെല്ലാം 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും 5 കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നോർക്ക ഡയറക്ടർമാരിലൊരാളായ ജയകൃഷ്ണ മേനോൻ 1 കോടി രൂപയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ KSFE 5 കോടി രൂപയും, കനറ ബാങ്ക് 1 കോടി രൂപയും, KMML 50 ലക്ഷം രൂപയും, വനിതാ വികസന കോർപ്പറേഷൻ 30 ലക്ഷം രൂപയും, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് 10 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 5 കോടി രൂപ ഇപ്പോൾ തൊട്ടു മുമ്പ് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ശ്രീ EV വേലു ഓഫീസിൽ വന്ന് കൈമാറിയിട്ടുണ്ട്. തമിഴ് ചലച്ചിത്ര നടൻ വിക്രം 20 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ ട്രസ്റ്റ് 11 ലക്ഷം രൂപ ഇതിലേക്കായി സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗം എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട്. കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും മറ്റവശ്യ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ച് നൽകുന്നുണ്ട്. എന്നാൽ ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഒറ്റക്കും കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പിരിവ്, ഭക്ഷണം ശേഖരിക്കൽ, വസ്ത്രം ശേഖരിക്കൽ, അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഇവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നീട് വേണ്ടാത്തതായി വരും. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത ഒന്നായി മാറും. അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നവർ
അത് നിർത്തിവെക്കുന്നതായിരിക്കും നന്നാവുക. അത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയ അല്ലാതാകുന്നതുകൊണ്ടാണ് ഈ തരത്തിൽ പറയുന്നത്. എന്നാൽ അതിൽ പങ്കാളികളായവർ ശേഖരിച്ച വസ്തുക്കളുണ്ടെങ്കിൽ അത് ജില്ലകളിലെ കലക്ട്രേറ്റുകളിൽ അത് കൈമാറാം. ഓരോ കലക്ടറും വയനാട് കലക്ടറെ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കുന്ന നിലയെടുക്കും. അതായിരിക്കും നല്ലത്. ഇനി എന്തെങ്കിലും ആവശ്യം പ്രത്യേകമായി വരുന്നുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്ന മുറക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഇപ്പോൾ ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്.